Okay, so next is the design part. So നമ്മൾ ഡിസൈൻ ജോയിൻസിൻ്റെ 3 ടൈപ്പ് ജോയിൻസും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദറ്റ് ഈസ് ലാബ് ജോയിൻറ്റ് ആൻഡ് ബട്ട് ജോയിൻറ്റിൽ തന്നെ സിംഗിൾ കവർ ബട്ട് ജോയിൻറ്റ് ആൻഡ് ഡബിൾ കവർ ബട്ട് ജോയിൻറ്റ്. ഓക്കെ, സോ ദ ഡേറ്റാസ് ഗിവൺ ആർ വിഡ്ത്ത് തന്നിട്ടുണ്ട്, ദെൻ തിക്നെസ് ഓഫ് ദി മെയിൻ പ്ലേറ്റ്സ് ആൻഡ് ഫാക്ടേർഡ് ലോഡ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫാക്ടേർഡ് ലോഡ് അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ വി ക്യാൻ ടേക്ക് ദി വാല്യൂ ഡയറക്റ്റ്ലി. ഡിസൈനിന് വേണ്ടിയിട്ട് ആ ഡയറക്റ്റ്ലി തന്നിരിക്കുന്ന വാല്യൂ എടുത്തിട്ട് വി ക്യാൻ ഡിസൈൻ ദാറ്റ്. പക്ഷേ ക്വസ്റ്റ്യന് വർക്കിംഗ് ലോഡാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഓക്കെ, ഇഫ് യു ആർ ഗിവൺ ദി വർക്കിംഗ് ലോഡ് അല്ലെങ്കിൽ സർവീസ് ലോഡാണ് തന്നിരിക്കുന്നതെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് 1.5. ഓക്കെ, ഇപ്പോൾ വർക്കിംഗ് ലോഡാണെങ്കിൽ അതിനെ ഡിസൈൻ ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതായത് 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ വാല്യൂ ആണ് ഡിസൈനിന് യൂസ് ചെയ്യുന്നത്. അഗെയിൻ, സോ ഫസ്റ്റ് ഇസ് ലാബ് ജോയിൻറ്റ്. ഓക്കെ, ലെറ്റ്സ് സീ ലാബ് ജോയിൻറ്റിൻ്റെ കേസ് നോക്കാം. സോ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് ബോൾട്ടിൻ്റെ സൈസോ ഗ്രേഡോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. സോ വി ക്യാൻ അസ്യൂം M16 സൈസ് ആൻഡ് 4.6 ഗ്രേഡ് അസ്യൂം ചെയ്യാം. ഓക്കെ, നമ്മൾ യൂഷ്വലി എല്ലാ പ്രോബ്ലത്തിലും M16 ആൻഡ് M20 ആണ് എടുക്കുന്നത്, അതായത് 16 mm ഡയമീറ്ററും അതുപോലെ 20 mm ഡയമീറ്ററുള്ള ബോൾസാണ് ചൂസ് ചെയ്യുന്നത്. ഇതിൽ 20 mm ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ സംടൈംസ് നമുക്കത് റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, കാരണം ബോൾട്ട് ഇപ്പോൾ 20 mm ബോൾട്ട് ആണെങ്കിൽ ആ ബോൾട്ടിൻ്റെ ഹോളിൻ്റെ സൈസ് 22 ആയിരിക്കും. ഓക്കെ, അതായത് ക്ലിയറൻസും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 22 ആയിരിക്കും ഹോളിൻ്റെ സൈസ്. സോ ആ ഒരു പ്ലേറ്റിൽ ഹോളിൻ്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ പ്ലേറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കുറയും. ഓക്കെ, സോ നമുക്ക് ഈ ടെൻസൈൽ സ്ട്രെങ്ത് തന്നിരിക്കുന്ന ഡിസൈൻ ലോഡിനേക്കാളും കുറഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ വി വിൽ ഹാവ് ടു റീഡിസൈൻ. ഓക്കെ, റീഡിസൈൻ ചെയ്യാമെന്ന് വെച്ചാൽ എന്താ, വി ഹാവ് ടു ചൂസ് എ സ്മോളർ ഡയമീറ്റർ ബോൾട്ട്, സ്മോളർ സൈസ് ചൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സ്മോളർ സൈസിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, M16 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് M16 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് M16 ബോൾട്ട് ഓഫ് ഗ്രേഡ് 4.6. യൂഷ്വലി M16 ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റീഡിസൈൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല. ഓക്കെ, അഗെയിൻ വിഡ്ത്ത് തന്നിട്ടുണ്ട്. ആൻഡ് M16 ബോൾട്ടിൻ്റെ നമ്മൾ പേജ് 76 ടേബിൾ 19 പറയുന്നുണ്ട്. ഓക്കെ, ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദി ഡയമീറ്റർ ഓഫ് ദി ഹോൾ. ഹോളിൻ്റെ ഡയമീറ്റർ ഇസ് ദറ്റ് നോമിനൽ ഡയമീറ്റർ പ്ലസ് ക്ലിയറൻസ്, സ്റ്റാൻഡേർഡ് ക്ലിയറൻസ് ആണ്. ആ ക്ലിയറൻസിൻ്റെ വാല്യൂ ഓക്കെ, അത് ടേബിൾ 19 നിന്ന് കിട്ടും. അതായത് 16 to 20 ആണ് ഡയമീറ്റർ എങ്കിൽ, 16 mm to 20 mm ആണ് ഡയമീറ്റർ എങ്കിൽ ക്ലിയറൻസ് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, സോ ആ 16ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക, വി ഗെറ്റ് ദി ഹോൾ ഓഫ് ദി ഡയമീറ്റർ ആസ് 18 mm. ഓക്കെ, അഗെയിൻ യൂഷ്വലി ക്വസ്റ്റ്യനിൽ തരുന്ന Fe410 പ്ലേറ്റ്സ് ആണ്. ഓക്കെ, സോ Fe410 പ്ലേറ്റിന് പേജ് 14 410 നമ്മൾ E250A എടുക്കുക. ABC അങ്ങനെ 3 ഡെസിഗ്നേഷൻ ഉണ്ട്. ഇതിൽ Fe410A എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് അൾട്ടിമേറ്റ് FUവും FYയും അതിൽ നിന്ന് ഡയറക്റ്റ് ടേബിളിൽ നിന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ യു ജസ്റ്റ് റിമെമ്പർ 410 ഇതാണെന്ന്. ഓക്കെ, കാരണം 410 പ്ലേറ്റ്സ് ആണ് യൂഷ്വലി ചോദിക്കാറ്. അപ്പോൾ തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ അസ്യൂം ദാറ്റ്. ഓക്കെ, അഗെയിൻ ഗ്രേഡ് 4.6 ആണെങ്കിൽ പേജ് 30 നിന്ന് കിട്ടും. ഓക്കെ, 4.6ൻ്റെ വാല്യൂ ഇതുപോലെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തേക്കാം, ബിക്കോസ് 240 ആൻഡ് 400. ഓക്കെ, സോ 4.6 ആണെങ്കിൽ 4 into 100 ദറ്റ് ഈസ് 400 ആൻഡ് 400ൻ്റെ 60% ആയിരിക്കും FYB. ഓക്കെ, സോ 400 into 0.6 ദറ്റ് ഈസ് 240. അപ്പോൾ ഇത് ഡയറക്റ്റ് പേജ് 13 തന്നിട്ടുണ്ട്. ഓക്കെ, അഗെയിൻ ഫാക്ടേർഡ് ലോഡ് അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് 150. സോ ഡിസൈൻ പേർപ്പസിൽ, സോ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസൈൻ ആണ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു അസ്യൂം, എപ്പോഴും ഡിസൈൻ ചെയ്യാൻ നേരത്ത് വി ഹാവ് ടു അസ്യൂം ഒരു ബോൾട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ ഒരു ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അഗെയിൻ തന്നിരിക്കുന്ന ഡിസൈൻ ലോഡുമായിട്ട് ഒരു ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് ബോൾട്ട്, എത്ര ബോൾട്ട് വേണമെന്നുള്ളത് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഫോർ ദി ഡിസൈൻ we have to take the number of bolt. Okay, we get the number of bolt from the bolt value. Bolt value എന്ന് വെച്ചാൽ ബോൾട്ടിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ, അതായത് ഷിയർ സ്ട്രെങ്ത് ആൻഡ് ബെയറിംഗ് സ്ട്രെങ്ത്, അതിൽ ഏതാണ് ലോവർ വാല്യൂ അതിനെയാണ് ബോൾട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബോൾട്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ബോൾട്ടിൻ്റെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഓക്കെ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്.
കാരണം ഡിസൈനിൽ നമ്മൾ എപ്പോഴും ഒരു ബോൾട്ടിൻ്റെയാണ് എടുക്കേണ്ടത്. വെറാസ് എഫിഷ്യൻസിയുടെ കേസിൽ വി ഹാവ് ടു ടേക്ക് ഓൾ ദി ബോൾട്ട്. ഓക്കെ, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ കംപ്ലീറ്റ് സ്ട്രെങ്ത് ആണ്, ജോയിൻറ്റിൻ്റെ കംപ്ലീറ്റ് സ്ട്രെങ്ത് ആണ് നോക്കുന്നത്. സോ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ബോൾട്ടുകളും എടുത്തിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം പ്രൊസീഡ് ചെയ്യാനായിട്ട്. വെറാസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വി ഹാവ് ടു കൺസിഡർ ഓൺലി എ സിംഗിൾ ബോൾട്ട്. ഓക്കെ, സോ ഷിയർ സ്ട്രെങ്ത് ഡയറക്റ്റ് ക്ലോസ് 10.3.3 പേജ് 75 ഷിയർ സ്ട്രെങ്തിൻ്റെ ഫോർമുല തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ VNSB ദറ്റ് ഈസ് ദ VNSB എന്ന് വെച്ചാൽ ദ നോമിനൽ സ്ട്രെങ്ത് ആണ്. ആൻഡ് നോമിനൽ സ്ട്രെങ്തിൻ്റെ വാല്യൂ വി ഗെറ്റിംഗ് ഫ്രം ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് 1 ബോൾട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ലാബ് ജോയിൻ്റ് ആയതുകൊണ്ട് ഓക്കെ, ലാബ് ജോയിൻറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഷിയർ പ്ലെയിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഷിയർ പ്ലെയിൻ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് പാസിങ് ത്രൂ ദ ത്രെഡഡ് പോർഷൻ, അങ്ങനെ അസ്യൂം ചെയ്യുക. ഓക്കെ, ത്രെഡഡ് പോർഷനിൽ കൂടിയാണ് പാസ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്രയാണ്? സോ ദ നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് പാസിങ് ത്രൂ ത്രെഡഡ് പോർഷൻ 1, ആൻഡ് ഇവിടെ ഒരു ഷിയർ പ്ലെയിനേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഷാങ്ക് പോർഷൻ ഇവിടെ എന്താ 0 ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ അസ്യൂം ദാറ്റ് shank, the number of shear planes passing through shank portion as 0 and number of shear planes passing through threaded portion as 1. Okay, ഒരു ബോൾട്ട് ആയതുകൊണ്ടാണ് 1. ഓക്കെ, അഗെയിൻ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് വാട്ട് ഇസ് A and B? ഓക്കെ, A and B എന്ന് വെച്ചാൽ ദ ഏരിയ ഓഫ് ദി ത്രെഡഡ് പോർഷൻ, ഈ ത്രെഡഡ് പോർഷൻ്റെ ഏരിയയാണ്. ആൻഡ് ദാറ്റ് ഈസ് 0.78 ടൈംസ് ദി ഏരിയ ഓഫ് ദി ഷാങ്ക്. ഓക്കെ, 0.78 ടൈംസ് ദി area of the shank. So 0.78 times pi by 4 into 16. 16 എന്ന് വെച്ചാൽ ബോൾട്ടിൻ്റെ ഡയമീറ്റർ. ഓക്കെ, സോ വി ഗെറ്റ് VNSB ആൻഡ് VNSB ഡിവൈഡഡ് ബൈ 1.25. അത് ദറ്റ് ഈസ് ദ വാല്യൂ ഫോർ ഗാമ MB ആൻഡ് ദറ്റ് ഈസ് ഗിവൺ ഇൻ പേജ് 30. ഓക്കെ, ടേബിൾ 5 തന്നിട്ടുണ്ട്. ആൻഡ് വി ഗെറ്റ് ദി വാല്യൂ ഫോർ ഷിയർ സ്ട്രെങ്ത്. അങ്ങനെ ഷിയർ സ്ട്രെങ്തിൻ്റെ വാല്യൂ, ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് വാല്യൂ കിട്ടി. അഗെയിൻ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ബെയറിംഗ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 2 സ്ട്രെങ്ത്, ബോൾട്ടിൻ്റെ കേസിൽ 2 സ്ട്രെങ്ത് ആണ്, ഷിയർ സ്ട്രെങ്ത് ആൻഡ് ബെയറിംഗ് സ്ട്രെങ്ത്. ഓക്കെ, സോ ബെയറിംഗ് സ്ട്രെങ്തിൻ്റെ ക്ലോസ് 10.2.2 തന്നിട്ടുണ്ട്. ഓക്കെ, പേജ് 75 തന്നിട്ടുണ്ട് ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല. സോ അതിൽ കെബിക്ക് കെബിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ പിച്ചും എഡ്ജ് ഡിസ്റ്റൻസും വേണം. ഓക്കെ, സോ പിച്ചിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അല്ലെങ്കിൽ ഫിഗറും തന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഫ്രം ദി കോഡ്. ഓക്കെ, അപ്പോൾ IS കോഡിൽ ക്ലോസ് 10.2.2 മിനിമം സ്പേസിങ് അല്ലെങ്കിൽ മിനിമം പിച്ച് തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് 2.5 ടൈംസ് ദ ഡയമീറ്റർ. ഓക്കെ, സോ 2.5 ടൈംസ് ഡയമീറ്റർ എടുക്കുക, പ്രൊവൈഡ് ദാറ്റ്. ഓക്കെ, അഗെയിൻ എഡ്ജ് ആൻഡ് എൻഡ് ഡിസ്റ്റൻസും പേജ് 73 തന്നെ തരുന്നുണ്ട്. ആൻഡ് ദറ്റ് ഈസ് 1.5 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ഹോൾ, അല്ലെങ്കിൽ 1.7 ടൈംസ് ഡയമീറ്റർ ഓഫ് ഹോൾ. സോ ഇവിടെ ഞാനിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്ന മെഷീൻ കട്ടാണ്. ഓക്കെ, സോ മെഷീൻ കട്ടാണ് അസ്യൂം ചെയ്തത്. സോ 1.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ഹോൾ. സോ ഡയമീറ്റർ ഓഫ് ഹോൾ എന്ന് വെച്ചാൽ 16 + 2 ദറ്റ് ഈസ് 18. ഓക്കെ, സോ പിച്ചും കിട്ടി, എഡ്ജ് ഡിസ്റ്റൻസും കിട്ടി. സോ വി ക്യാൻ ഫൈൻഡ് ദി വാല്യൂ ഫോർ KB. KBയുടെ വാല്യൂ is the smaller of all this. Okay, 1. ഈ 4 വാല്യൂസിൻ്റെ സ്മോളർ വാല്യൂസ് ആണ്. ആൻഡ് ഇതിൽ ഓക്കെ, ഇപ്പോൾ കോഡിൽ 1 എന്നും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആ 1 എടുത്തിട്ടില്ലായിരുന്നു. സോ ബിക്കോസ് 1നേക്കാളും ലോവർ വാല്യൂസ് ഉണ്ട്, 975. ഓക്കെ, ഇതൊക്കെ ലോവർ വാല്യൂസ് ആയിരിക്കും. സോ ആ ഒരു ഇതിൽ ബേസിസിലാണ് നമ്മൾ ഈ 1 എടുക്കാതിരുന്നത്. ഓക്കെ, യു ക്യാൻ ടേക്ക് ദാറ്റ് ഓൾസോ. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുക, ഈ 4 വാല്യൂസും കൂടെ കമ്പയർ ചെയ്യുക. ഇതിൽ സ്മോളർ വാല്യൂ എടുക്കുക, ദറ്റ് വിൽ ബി KB. ഓക്കെ, അഗെയിൻ KBയുടെ വാല്യൂ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷനിൽ KB × D എന്ന് വെച്ചാൽ ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്, ആൻഡ് ദർ ഇസ് എ വാല്യൂ T. ഓക്കെ, T എന്ന് വെച്ചാൽ തിക്നെസ് ഓഫ് ദി സ്മോളർ പ്ലേറ്റ്. ഇപ്പം ഓവർ, അതായത് ലാബ് ജോയിൻ്റ് ആണെങ്കിൽ 2 മെയിൻ പ്ലേറ്റ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും സ്മോളർ തിക്നെസ് ഉള്ള പ്ലേറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ തിക്നെസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. സോ 10 mm 18 mm തിക്നെസ് ആണ് നമുക്ക് പ്ലേറ്റ്സിനുള്ളത്. സോ ഇതിൽ 10 mm ചൂസ് ചെയ്യുക. ഓക്കെ,
So 10 mm will be the thickness of the plate. So thickness 10 ആയിട്ടാണ് എടുക്കേണ്ടത്. That is the minimum thickness ആണ് എടുക്കേണ്ടത്. Again VDPB is equal to VNPB divided by 1.25. ഇപ്പോൾ ബോൾട്ടഡ് കണക്ഷനിൽ ഗാമ എം ബി എന്ന് വെച്ചാൽ 1.25 ആണ്. ഓക്കെ, അഗെയിൻ ബോൾട്ട് വാല്യൂ, അപ്പോൾ രണ്ട് വാല്യൂസ് കിട്ടി. അപ്പോൾ ബോൾട്ട് വാല്യൂ എന്ന് വെച്ചാൽ സ്മോളർ വാല്യൂ ഓഫ് ഷിയർ സ്ട്രെങ്ത് ആൻഡ് ബെയറിംഗ് സ്ട്രെങ്ത്, അതിൽ സ്മോളർ വാല്യൂ വേണം ചൂസ് ചെയ്യാൻ. സോ സ്മോളർ വാല്യൂ ഇസ് 29. ഓക്കെ, അഗെയിൻ നമ്പർ ഓഫ് ബോൾട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഒരു ബോൾട്ടിൻ്റെ വാല്യൂ ആണ് 29 എന്ന് കിട്ടിയത്. സോ നമുക്ക് ടോട്ടൽ ഡിസൈൻ ലോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, 150 തന്നിട്ടുണ്ട്. സോ 150 ഡിവൈഡഡ് ബൈ ദി സ്ട്രെങ്ത് ഓഫ് 1 ബോൾട്ട് വിൽ ഗീവ് us ദി നമ്പർ ഓഫ് ബാർസ്. ഇപ്പോൾ 6 ബാർസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഈ 6 ബാർസ് നമുക്ക് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം? വി ക്യാൻ പ്രൊവൈഡ് ഇറ്റ്, ഇപ്പം ലാപ്പ് ജോയിൻറ്റിലാണെങ്കിൽ വി ക്യാൻ പ്രൊവൈഡ് ഇറ്റ്, എങ്ങനെ വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, പ്രൊവൈഡഡ് ഈ ഒരു 200 എക്സീഡായി പോകുന്ന രീതിയിലായിരിക്കരുത്. ഓക്കെ, കാരണം മിനിമം ഈ ഒരു എഡ്ജ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം രണ്ട് സൈഡിലും. ഓക്കെ, സോ അത് എക്സീഡ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കരുത്. ഓക്കെ, ദാറ്റ്സ് ദ ഓൺലി കണ്ടീഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ ഓക്കെ 6 എന്നുള്ളത് ലാപ്പ് ജോയിൻറ്റിലായതുകൊണ്ട് വി ക്യാൻ പ്രൊവൈഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, വി ആർ പ്രൊവൈഡിങ് ഇറ്റ് അതർ വേ ഓൾസോ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, പക്ഷേ ഈ 200-ൽ കൂടി പോകരുതെന്നേ ഉള്ളൂ. അഗെയിൻ ചെക്ക്, ഓക്കെ ചെക്ക് ചെയ്യണം. സോ നമ്മളിങ്ങനെ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡയമീറ്റർ നമ്മൾ M16 എന്ന് എടുത്ത ഡയമീറ്റർ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്, അതായത് പേജ് 32-ൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, സോ AN എന്ന് വെച്ചാൽ B മൈനസ് N D0 T. അപ്പോൾ ഇതിൽ D0 ദറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി ഹോൾ, ആൻഡ് N എന്ന് വെച്ചാൽ നമുക്കറിയാം പ്ലേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു റോയ്, ഓക്കെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, ഒന്നെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് വരും, അല്ലെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും 3 ക്രിട്ടിക്കൽ ആയിട്ടുള്ള സെക്ഷനിൽ കൂടെ ആയിരിക്കും ടെൻഷൻ കാരണം അത് ടിയറായി പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ഇപ്പോൾ ഒരു റോയിൽ എത്രയാണെന്ന് നോക്കുക. ഇപ്പോൾ ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ സെക്ഷനെങ്കിൽ ഇതിൽ എത്രയായിരിക്കും? ദറ്റ് ഈസ് 2. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും 2 ആണ്. സോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൂടെ ആയിരിക്കും ടെൻസൈൽ ഫെയിലിയർ ഉണ്ടാവുക, റൈറ്റ്? സോ വി ഹാവ് ടു ടേക്ക് 2. സോ നമ്പർ ഓഫ് ബോൾട്ട് എത്രയായിരിക്കും? ദറ്റ് ഈസ് 2. ഓക്കെ, സോ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ, ആൻഡ് വി ആർ ഗെറ്റിംഗ് ഇറ്റ്. ഡിസൈൻ ലോഡിനേക്കാളും ഗ്രേറ്റർ വാല്യൂ കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്ത M16 എന്ന് അസ്യൂം ചെയ്ത ദറ്റ് ഈസ് ഓക്കെ. ഓക്കെ, അഗെയിൻ കിട്ടിയില്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ലെസ്സർ ദാൻ ദ ഡിസൈൻ ലോഡ് നമ്മൾ ആ ഒരു തിക്നെസ് കുറച്ച് കൊടുക്കുക. ഓക്കെ, M16 ആണ് എടുത്തെങ്കിൽ M14 അങ്ങനെ ആ സൈസ് കുറച്ച് കൊടുക്കുക. ക്ലിയർ? അഗെയിൻ സെക്ഷൻ നെക്സ്റ്റ് ബിയിൽ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ബിയിൽ എന്തായിരുന്നു? സിംഗിൾ കവർ ബഡ് ജോയിൻറ്റ് വിത്ത് കവർ പ്ലേറ്റ് 8 mm. ഓക്കെ, സിംഗിൾ കവർ ബഡ് ജോയിൻ്റ് എന്ന് വെച്ചാൽ ബഡ് ജോയിൻറ്റ് നമുക്കറിയാം ഇങ്ങനെ രണ്ട് സൈഡ് ബൈ സൈഡ് വെച്ചിരിക്കുന്ന ജോയിൻ്റ് ആണ് ബഡ് ജോയിൻറ്റ്. ഓക്കെ, അതിൽ സിംഗിൾ കവർ എന്ന് വെച്ചാൽ ഒരു കവറേ ഉള്ളൂ, ഒരു കവർ പ്ലേറ്റേ ഉള്ളെങ്കിൽ ദാറ്റ് ഈസ് സിംഗിൾ കവർ ബഡ് ജോയിൻറ്റ്. ഓക്കെ, സോ 1 കവർ പ്ലേറ്റ്. സോ സിംഗിൾ കവർ ബഡ് ജോയിൻറ്റ് ഇതുപോലെ വരും. അപ്പോൾ ഇതിൽ രണ്ട് തിക്നെസ്സും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ 10, 18 ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് 8 mm ആണ്. ഓക്കെ, ആൻഡ് ഗിവൺ ഡേറ്റയൊക്കെ സെയിം തന്നെയാണ്. ആൻഡ് വാട്ട് വി ഹാവ് ടു ഡു? ഫസ്റ്റ് ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിലും സിമിലർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബിക്കോസ് ഇവിടെ ഐ വിൽ ടെൽ വാട്ട് ഈസ് ദ ഓൺലി ഡിഫറൻസ്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെ, ലാപ്പ് ജോയിൻറ്റ് പോലെ തന്നെയാണ് വി ഹാവ് ടു ടേക്ക്. കാരണം ഇവിടെ ഒരു സിംഗിൾ ഷിയർ പ്ലെയിനേ ഉള്ളൂ. ഓക്കെ, ഇവിടെയും ഇപ്പം ഇങ്ങനെ ഒരു കവർ പ്ലേറ്റ് ഇങ്ങനെ കൊടുത്താലും ഓക്കെ ഈ ഒരു സിംഗിൾ, സോ ഇതിങ്ങനെയാണെങ്കിലും വി ആർ പ്രൊവൈഡിങ് എ കവർ പ്ലേറ്റ്, ഇവിടെ ആയിരിക്കും. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഷിയർ പ്ലെയിൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഷിയർ പ്ലെയിൻ ഉള്ളത് കൊണ്ട് അവിടെ ഒറ്റ ഷിയർ പ്ലെയിനേ വരുള്ളൂ. ഓക്കെ, സോ അതായത് എയ്തർ ഷാങ്ക് അല്ലെങ്കിൽ ത്രെഡഡ് പോർഷൻ ആയിരിക്കും ഈ ഒരു പോർഷനിൽ, ഈ ഒരു ഷിയർ പ്ലെയിനിൽ കൂടെ പാസ് ചെയ്യുന്നത് നമ്മളൊരു ബോൾട്ട് കൺസിഡർ ചെയ്യാൻ നേരത്ത്. അതുകൊണ്ട് തന്നെ
you can either assume shank or threaded portion. അപ്പോൾ threaded portion assume ചെയ്യുക. Okay. So assuming the shear plane passing through thread only, so nn is equal to 1 and ns is equal to 0. Again values substitute ചെയ്യുക. ANB എന്ന് വെച്ചാൽ 0.78 times the area of shank. Okay. And VDSB calculate ചെയ്യുക. Same procedure. Again bearing strength of bolt calculate ചെയ്യുക. ഇതിൽ T, okay, ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം നേരത്തെ പോലെ തന്നെ, അതായത് KB വാല്യൂ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത സെയിം വാല്യൂ തന്നെ. ഓക്കെ, ഇതിൽ T ആണ് ശ്രദ്ധിക്കേണ്ടത്. ബിക്കോസ് നമുക്കിവിടെ ഇപ്പോൾ ഒരു മെയിൻ പ്ലേറ്റ്സ്, 2 മെയിൻ പ്ലേറ്റ്സും അതുപോലെ തന്നെ ഒരു കവർ പ്ലേറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും മിനിമം ഏതിനാണെന്ന് നോക്കുക. ഓക്കെ, മെയിൻ പ്ലേറ്റ്സ് ഓർ കവർ പ്ലേറ്റ്. നേരത്തെ 10ഉം 18ഉം മെയിൻ 2 പ്ലേറ്റ്സ് ഉള്ളായിരുന്നു, അതിൽ മിനിമം 10 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ വരാൻ നേരത്ത് കവർ പ്ലേറ്റ് ഉണ്ട്. ആൻഡ് കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് എന്ന് വെച്ചാൽ 8 mm. സോ ദറ്റ് ഈസ് ദ മിനിമം. അപ്പോൾ 8 mm ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ സിംഗിൾ കവർ ബഡ് ജോയിൻറ്റ്. സിംഗിൾ കവർ ബഡ് ജോയിൻറ്റിൽ മെയിൻ പ്ലേറ്റ് കൂടാതെ ഒരു കവർ പ്ലേറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് കൂടെ നോക്കുക. ഓക്കെ, അതിൽ ലോവർ വാല്യൂ ആണ് ഇടേണ്ടത്. സോ 8 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റിമൈനിങ് പോർഷനെല്ലാം സെയിം തന്നെ. ഓക്കെ, സെയിം രീതിയിൽ തന്നെയാണ്. ആൻഡ് വി ഗെറ്റ് ദി വാല്യൂസ്. അപ്പോൾ ഇതിൽ സ്മോളർ വാല്യൂ ആയിരിക്കും ബോൾട്ട് വാല്യൂ. അഗെയിൻ ബോൾട്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ 150 ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ വിൽ ഗീവ് us ദി നമ്പർ ഓഫ് ബാർസ്. നേരത്തെ പോലെ തന്നെ 6 ബാർസ് തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, എപ്പോഴും പ്രൊവൈഡ് ചെയ്യുക, ഈവൺ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. കാരണം ഓക്കെ, ബഡ് ജോയിൻറ്റിൽ 2 പ്ലേറ്റ്സ് നമ്മൾ സൈഡ് ബൈ സൈഡ് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലേറ്റിലും ഈക്വലായിട്ട്, ഇപ്പോൾ 6 ആണെങ്കിൽ ഇവിടെ 3 ഇവിടെ 3. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ 2 റോ ആണെങ്കിൽ ഇവിടെയും 2 റോ. അപ്പോൾ അങ്ങനെ ഈക്വലായിട്ട് വേണം ഓരോ പ്ലേറ്റിലും വരാനായിട്ട്. ഓക്കെ, സോ എപ്പോഴും ഈവൺ നമ്പർ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈവൺ നമ്പർ ചൂസ് ചെയ്തിട്ട് വാട്ട് വി ആർ പ്രൊവൈഡിങ് ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, 6 ബാർസ് ആണ് വേണ്ടത്. ഈ 6 ബാർസ് ഹൗ വി ക്യാൻ പ്രൊവൈഡ് ഇറ്റ്? 6 ബാർസ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ബാർസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു കേസിൽ അത് ശ്രദ്ധിക്കാം. നമുക്കറിയാം ഇങ്ങനെ. ഓക്കെ, ഇതാണ് ഇത് തമ്മിൽ ജോയിൻറ്റ്. അപ്പോൾ ഇതൊരു 6 ബാർസ് നമുക്ക് 2 രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് 3 റോ ആണ് ഇവിടെ വരുന്നത്, അല്ലേ? അപ്പോൾ ഈ 3 റോ ഇങ്ങനെ പറ്റുമോ? ഇല്ല. 3 റോ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു റോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അൺഈക്വലായി പോകും. അതായത് ഇവിടെ ഈ ഒരു പ്ലേറ്റിൽ 1 എണ്ണവും ഈ ഒരു പ്ലേറ്റിൽ 2 എണ്ണവും അങ്ങനെ ഒരു രീതിയിലാവും. ഓക്കെ, സോ എപ്പോഴും നമ്മൾ ബഡ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബഡ് ജോയിൻറ്റിൽ 2 സൈഡിലും, അതായത് ഈ ജോയിൻറ്റിൻ്റെ 2 സൈഡിലും, ഓക്കെ, ഈ ജോയിൻറ്റിൻ്റെ പ്ലേറ്റിൻ്റെ അതായത് ഓരോ പ്ലേറ്റിലും ഈക്വൽ നമ്പർ ആയിരിക്കണം. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഈ 6 എന്നുള്ളത് 6/2 ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 എണ്ണം ഇവിടെ 3 എണ്ണം ഇവിടെ. ക്ലിയർ? സോ അങ്ങനെ ഒരു സിമെട്രിക്കൽ ആയിരിക്കണം. ഓക്കെ, റിമൈനിങ് നമുക്ക് തന്നിരിക്കുന്ന മാർക്ക് ചെയ്യുക. ഓക്കെ, അഗെയിൻ ചെക്ക് ചെയ്യുക, നേരത്തെ പോലെ തന്നെ ചെക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ ഇപ്പോൾ നോക്കാൻ നേരത്തെ 3 ബോൾട്ടുകളാണ് പോകുന്നത്. ഓക്കെ, ആ ടയറിങ് ആ പോർഷനിൽ കൂടെ. സോ ക്രിട്ടിക്കൽ സെക്ഷനിൽ കൂടെ 3 ബോൾട്ടാണ്. സോ എന്നിൻ്റെ വാല്യൂ ഇവിടെ 3 വരും. ഓക്കെ, ആൻഡ് ദിസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 150. ഓക്കെ, ഡിസൈൻ ലോഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. സോ ഗ്രേറ്റർ ആണെങ്കിൽ ദ ഡിസൈൻ ഈസ് സേഫ്. ഓക്കെ, ഗ്രേറ്റർ അല്ല ലെസ്സർ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത്തിന് വി ഹാവ് ടു ഗോ ഫോർ അനദർ M60, അതായത് M16നേക്കാളും ലോവർ വാല്യൂ എടുക്കേണ്ടി വരും. ഓക്കെ, അഗെയിൻ ഡബിൾ കവർ ബഡ് ജോയിൻറ്റ്. ഓക്കെ, ഡബിൾ കവർ ബഡ് ജോയിൻറ്റിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ 2 സെയിം പ്ലേറ്റ് ആണെങ്കിൽ, ഓക്കെ, പാക്കിംഗ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ട്. ഐ വിൽ ഡിസ്കസ് ദാറ്റ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ലെറ്റ്സ് സീ വാട്ട് ഈസ് എ ഡബിൾ കവർ ബഡ് ജോയിൻറ്റ്. അപ്പോൾ ഇതാണ് ഒരു ഡബിൾ കവർ ബഡ് ജോയിൻറ്റ്. ഓക്കെ, അതായത് 2 പ്ലേറ്റ്സ് സൈഡ് ബൈ സൈഡ് ജോയിൻ ചെയ്തു, 2 കവേഴ്സ് വെച്ചു. ഓക്കെ, സോ ഫസ്റ്റ് കവർ സെക്കൻഡ് കവർ, അതുകൊണ്ടാണ് ഡബിൾ കവർ ബഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഗെയിൻ നമുക്കറിയാം ഇത് 18 mm
ആൻഡ് ഇത് 10 mm. അപ്പോൾ ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് വി ഹാവ് ടു പ്രൊവൈഡ് അല്ലേ, കവർ പ്ലേറ്റ്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ചുമ്മാതെ കിടക്കും, കാരണം രണ്ടും ഡിഫറെൻറ്റ് തിക്നെസ് ആണ്. അപ്പോൾ ഈ ഒരു സ്പേസിൽ വി ഹാവ് ടു പ്ലേസ് പാക്കിംഗ് പ്ലേറ്റ്. ഓക്കെ, പാക്കിംഗ് പ്ലേറ്റ് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ 18 - 10 അപ്പോൾ എത്രയാണ് ബാക്കി റിമൈനിങ്? 8 mm. അപ്പോൾ ഈ 8 mm തിക്നെസ്സിൽ ഒന്നും ഇല്ലായിരുന്നു. ഈ 8 mm തിക്നെസ്സിൽ വാട്ട് വി ഹാവ് ടു പ്രൊവൈഡ്? പാക്കിംഗ് പ്ലേറ്റ്. ഓക്കെ, സോ പാക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ് എത്ര വരും? 8. ഓക്കെ, ദാറ്റ് ഈസ് 18 - 10. ക്ലിയർ? അപ്പോൾ ഈ പാക്കിംഗ് പ്ലേറ്റിൻ്റെ വാല്യൂ, അതായത് നമ്മൾ കോഡിൽ പറഞ്ഞിരുന്നു 8 6 mm കൂടുതലാണ് പാക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ് എങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് എ റിഡക്ഷൻ ഫാക്ടർ. ഓക്കെ, അതായത് ഷിയർ സ്ട്രെങ്ത്തിൽ കിട്ടുന്ന വാല്യൂവിൻ്റെ കൂടെ റിഡക്ഷൻ ഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ക്ലിയർ? സോ ഡബിൾ കവർ ബട്ട് ജോയിൻറ്റ് സെയിം, ബാക്കി ഗിവൺ ഡേറ്റയൊക്കെ സെയിം. ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഓക്കെ, വൺ ഇസ് ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൈനിങ്ങിൽ വി ആർ കൺസിഡറിങ് ഓൺലി എ സിംഗിൾ ബോൾട്ട്. അപ്പോൾ സിംഗിൾ ബോൾട്ട് എന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ രണ്ട് സൈഡിലും ബോൾസ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ ബോൾട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അഗെയിൻ കവർ പ്ലേറ്റ്സ്. ഓക്കെ, സോ ഇവിടെ ഏതാ ഷിയർ പ്ലെയിൻ? സോ ദിസ് ഈസ് ദി ഷിയർ പ്ലെയിൻ. രണ്ട് ഷിയർ പ്ലെയിൻസ് ആണുള്ളത്. ഓക്കെ, ആൻഡ് വി ഹാവ് ബോൾട്ട്. ഓക്കെ, ബോൾട്ട് ഇങ്ങനെ ബോൾട്ടും ഉണ്ട്. അപ്പോൾ ഈ ബോൾട്ടിൻ്റെ രണ്ട് പോർഷൻസ് ഈ ഷിയർ പ്ലെയിൻസ് പാസ് ചെയ്യുന്നുണ്ട്. രണ്ട് പോർഷൻസിൽ കൂടെ ഷിയർ പ്ലെയിൻസ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഷാങ്ക് പോർഷനിൽ കൂടെ, ഓക്കെ, വേറൊന്ന് ത്രെഡഡ് പോർഷനിൽ കൂടെ. ഓക്കെ, സോ ഷാങ്ക് ആൻഡ് ത്രെഡ് രണ്ട് പോർഷനിൽ കൂടെയും പാസ് ചെയ്യുന്നുണ്ട്. സോ ദി നമ്പർ ഓഫ് പ്ലെയിൻസ് പാസ്, ഒരു സിംഗിൾ ബോൾട്ട് എടുക്കുകയാണെങ്കിൽ ദി നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് പാസിംഗ് ത്രൂ ഷാങ്ക് ഇസ് 1 ആൻഡ് നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് പാസിംഗ് ത്രൂ ത്രെഡ് ഇസ് 1. ഓക്കെ, സോ നമുക്ക് N1 ആൻഡ് N2 എന്നുള്ളത് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ്, സോറി N ആൻഡ് NS എന്നുള്ളത് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1. ഓക്കെ, ആൻഡ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ ANB എന്ന് വെച്ചാൽ 0.78 times the shank area and ASB എന്ന് വെച്ചാൽ shank area, that is pi/4 into d square. Okay, diameter of bolt in the square. So we are getting it like this. Okay, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ VDSB ഡിവൈഡ് ചെയ്യുക. 1.25 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ വി ഗെറ്റ് ദി വാല്യൂ ഫോർ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത്. ഷിയർ സ്ട്രെങ്ത് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു പാക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ് 6 mm എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ സി ക്ലോസ് 10.3.3.3 പേജ് 75 പാക്കിംഗ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സോ അതിൽ തിക്നെസ് ഗ്രേറ്റർ ദാൻ 6 mm ആണെങ്കിൽ ഷിയർ സ്ട്രെങ്ത് ഈസ് ടു ബി മൾട്ടിപ്ലൈഡ് ബൈ എ റിഡക്ഷൻ ഫാക്ടർ. ഓക്കെ, റിഡക്ഷൻ ഫാക്ടർ ആണ് βPK. സോ βPK ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ കോഡിൽ തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ TPK എന്ന് വെച്ചാൽ പാക്കിംഗ് പ്ലേറ്റിൻ്റെ തിക്നെസ്. ഓക്കെ, ദറ്റ് ഈസ് 8 mm ആണ്. സോ 8 mm. സോ 0.9 നമ്മൾ ഈ കിട്ടിയ ഡിസൈൻ സ്ട്രെങ്ത്തിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഷിയർ സ്ട്രെങ്ത് ഇൻറ്റു ഇതപ്പോൾ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ കൂടെ മാത്രമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ബെയറിംഗ് സ്ട്രെങ്ത്തിൻ്റെ കൂടെ വി വോണ്ട് ടേക്ക് ഇറ്റ്. ഓക്കെ, സോ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ഷിയർ സ്ട്രെങ്ത്. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ഇസ് ബെയറിംഗ് സ്ട്രെങ്ത്. ബെയറിംഗ് സ്ട്രെങ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ. ആൻഡ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ബെയറിംഗ് സ്ട്രെങ്ത്തിൽ നമ്മൾ തിക്നെസ് എടുക്കുന്നത്, ഓക്കെ, സോ ഇതാണ് ഒരു ബഡ് ജോയിൻറ്റ്. ഓക്കെ, രണ്ട് കവർ പ്ലേറ്റ്സ് ഉണ്ട്. സോ ബഡ് ജോയിൻറ്റിൽ നമ്മൾ പാക്കിംഗ് പ്ലേറ്റിൻ്റെ കാര്യം വിട്ടേക്കണം. ഓക്കെ, തിക്നെസ് എടുക്കാൻ നേരത്ത് മെയിൻ പ്ലേറ്റ് ആൻഡ് കവർ പ്ലേറ്റ്. സോ ഇതിൽ മിനിമം തിക്നെസ് മെയിൻ പ്ലേറ്റ് ഒന്ന് 18 mm. ഓക്കെ, ആൻഡ് അതർ മെയിൻ പ്ലേറ്റ് 10 mm. ഓക്കെ, എഗെയിൻ കവർ പ്ലേറ്റ് എത്രയായിരുന്നു? 8 mm. ആൻഡ് ഈ കവർ പ്ലേറ്റ് 8 mm. സോ കവർ പ്ലേറ്റ് നമ്മൾ എപ്പോഴും ഒരു സിംഗിൾ, അതായത് ടോട്ടൽ കവർ പ്ലേറ്റിൻ്റെ തിക്നെസ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ കവർ പ്ലേറ്റ് എന്ന് പറയുന്നത് 8 + 8 16 mm എന്ന് എഴുതാം. ആൻഡ് ദെൻ 18 mm 10 mm. അപ്പോൾ ഈ 3 വാല്യൂസിലും സ്മോളർ വാല്യൂ ഏതാണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അതായത് 18 mm 10 mm ആൻഡ്
കവർ പ്ലേറ്റ്, 2 കവർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ 2 കവർ പ്ലേറ്റിൻ്റെയും ടോട്ടൽ തിക്നെസ്, ഇതിൽ മൂന്നിലും ഏതാണ് സ്മോളർ വാല്യൂ എന്നാണ് ടിക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ സ്മോളർ വാല്യൂ ഏതാ? 10 mm. ഓക്കെ, സോ നെക്സ്റ്റ് അതിൽ നിന്ന് നമുക്ക് വി ഗെറ്റ് ദി വാല്യൂ ഫോർ ദി ബെയറിംഗ് സ്ട്രെങ്ത് ആൻഡ് ബോൾട്ട് വാല്യൂ എന്ന് വെച്ചാൽ ദറ്റ് ഈസ് സ്മോളർ ഓഫ് ദി ഷിയർ സ്ട്രെങ്ത് ആൻഡ് ബെയറിംഗ് സ്ട്രെങ്ത്. ഓക്കെ, ആൻഡ് അവിടെ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ബോൾട്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ബോൾട്ട് ഇവിടെ കിട്ടിയത് 2.52 ആണ്. ഓക്കെ, സോ നമുക്കത് 3 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. പക്ഷേ 3 ബോൾട്ട് എന്ന് പറഞ്ഞാൽ അത് സിമെട്രിക്കൽ ആകത്തില്ല. സോ സിമെട്രിക്കൽ ആകാനായിട്ട് നമുക്ക് 4 ബോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഒരു ഈവൺ നമ്പർ കൊടുക്കണം. അഗെയിൻ ഈ 4 ബോൾട്ട് എങ്ങനെ അറേഞ്ച് ചെയ്യും? 4 ബോൾട്ട് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പാറ്റേണിൽ അറേഞ്ച് ചെയ്യാം. അതായത് സിമെട്രിക്കൽ ആയിരിക്കണം, എപ്പോഴും ഓരോ പ്ലേറ്റിലും ഈക്വലായിട്ട് വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ആൻഡ് മിനിമം ഇവിടെ മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് ആണ് 27. അപ്പോൾ മാക്സിമം നമുക്ക് എത്ര വേണം? അതായത് മാക്സിമം ഓക്കെ, അപ്പോൾ ഇതിലും കാണും കുറച്ച് കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇവിടെയും മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് 27 എന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു എഡ്ജ് ഡിസ്റ്റൻസ് 27, ഇത് 27. ഓക്കെ, സോ അത് നമുക്ക് അതും അവിടെയും മാറ്റി കൊടുക്കാം. വി ക്യാൻ ടേക്ക് 65 അല്ലെങ്കിൽ 70 വരെ കൊടുക്കാം, നോ ഇഷ്യൂസ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കാൻ നേരത്ത് മാർക്ക് ദി ഡിസ്റ്റൻസസ്. ബാക്കി കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് ബോൾട്ടഡ് കണക്ഷൻസ് വരയ്ക്കാനായിട്ട്. ഓക്കെ, ഈ സിമെട്രിക്കൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ 200 എക്സീഡ് ആയി പോകരുത്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, അതാണ് ഡിസൈൻ. അപ്പോൾ ഡിസൈൻ ലാബ് ജോയിൻ്റ് ആണെങ്കിൽ യൂഷ്വലി പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓക്കെ, ഡബിൾ കവർ ആകുമ്പോൾ അവിടെ പാക്കിംഗ് പ്ലേറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുക. പാക്കിംഗ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ റിഡക്ഷനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വി ഹാവ് ടു ചെക്ക് ചെയ്യാൻ ഉണ്ട്. സോ ദ ചെക്കിംഗ് പാർട്ട് ഞാനിവിടെ എഴുതിയിട്ടില്ല. യു ക്യാൻ ഡു ദറ്റ് ചെക്ക്. ഓക്കെ, ചെക്ക് ഫോർ ടെൻസൈൽ സ്ട്രെങ്ത്. ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡിസൈൻ ലോഡ് 150. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡിസൈൻ ലോഡ് 150 ആണ്, അതിലും കൂടുതലായിരിക്കണം. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തതും ബട്ട് ജോയിൻറ്റിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലത്തെ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, so 2 cover plates 10 mm and 18 mm thick are connected by a double cover butt joint using 6 mm cover plate. As shown in figure, find the strength of the joint. Okay, അപ്പോൾ strength of the joint ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സ്ട്രെങ്ത് ഓഫ് ദി ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഒരു ജോയിൻറ്റിൽ 3 ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. വൺ ഈസ് ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്, ദെൻ ദി ബെയറിംഗ് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഈ 3ലും ലോവർ വാല്യൂ ഏതാണോ ദാറ്റ് വിൽ ബി ദ സ്ട്രെങ്ത് ഓഫ് ദി ജോയിൻറ്റ്. സോ ഈ 3 കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗിവൺ ഡേറ്റയിൽ നമുക്ക് M20 ഓക്കെ M20 തന്നിട്ടുണ്ട്. അതുപോലെ ഗ്രേഡ് 4.6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. FE 410 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുക. ഓക്കെ, ആൻഡ് ഡബിൾ കവർ ബഡ് ജോയിൻ്റ് ആണ്. സോ 2 കവറുണ്ട്, മേളിലും താഴെയും 2 കവറുണ്ട്. ആൻഡ് 18 mm ആൻഡ് 10 mm ആണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ അല്ലേ, നമുക്ക് പാക്കിംഗ് പ്ലേറ്റിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട്. സോ വി ഹാവ് ടു പ്രൊവൈഡ് പാക്കിംഗ് പ്ലേറ്റ്. സോ പാക്കിംഗ് പ്ലേറ്റ് എത്ര വരും? 8 mm എന്ന് വരും. ഓക്കെ, സോ ഇവിടെയും ഇത് ഈ ഫിഗർ തന്നിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യനിൽ ഈ ഫിഗർ തന്നിട്ടുണ്ട്. ആൻഡ് പിച്ചും അതുപോലെ എല്ലാ എൻഡ് ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്? പാക്കിംഗ് പ്ലേറ്റ് തിക്നെസ് 8 mm ആണ്. സോ ഫസ്റ്റ് ഷിയർ കപ്പാസിറ്റി, ഷിയർ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക ഫ്രം ദി കോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ നമുക്ക് ഷിയർ പ്ലെയിൻസ് ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ഷിയർ പ്ലെയിൻസ് ഉണ്ട്? ഇഫ് യു ആർ സീയിങ് ഇതൊരു ഷിയർ പ്ലെയിൻ. So this is a shear plane. Okay, so this is a shear this is a shear plane, this is another shear plane. ഇവിടെ ഒരു ഷിയർ പ്ലെയിൻ, ഇവിടെ ഒരു ഷിയർ പ്ലെയിൻ. ഓക്കെ, അഗെയിൻ ഈ ബട്ട് ജോയിൻറ്റ് ഡിസൈൻ ചെയ്യുന്ന നേരത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേറ്റ് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ഒരു പ്ലേറ്റിൽ എത്ര ബോൾട്ട് ഉണ്ട് അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. വി ഡോണ്ട് ഹാവ് ടു കൺസിഡർ ദ കംപ്ലീറ്റ് ഈ ഒരു മൊത്തത്തിലുള്ള 2 പ്ലേറ്റും കൺസിഡർ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു പ്ലേറ്റ് കൺസിഡർ ചെയ്താൽ മതി.
ഓക്കെ. സോ ഇഫ് യു ആർ കൺസിഡറിങ് ദിസ്, ഇപ്പോൾ ടോട്ടൽ എത്ര ബോൾട്ട് ഉണ്ട്? 6 ബോൾട്ട്. അപ്പോൾ ഈ 6 ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ 6 ബോൾട്ടിൽ ഷാങ്ക് ഏരിയ, അപ്പോൾ ഇതാണ് ഷാങ്ക് ഏരിയ. ഓക്കെ, ഇത് നമുക്ക് ഷാങ്ക് എന്ന് കൊടുക്കാം. സോ ഷാങ്ക് ഏരിയയിൽ കൂടെ എത്ര ഷിയർ പ്ലെയിൻസ് പാസ് ചെയ്യുന്നുണ്ട്? ഓക്കെ, ഷാങ്ക് ഏരിയയിൽ കൂടെ എത്ര ഷിയർ പ്ലെയിൻസ് പാസ് ചെയ്യുന്നുണ്ട്? 6 അല്ലേ? അതായത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ 3 എണ്ണം വരും, റൈറ്റ്? ഇവിടെ അതായത് ഈ ഒരു പോർഷൻ ആണെങ്കിൽ ഇവിടെ 3 ബോൾട്ട് ഉണ്ട്. സോ ആ 3 ബോൾട്ടിൻ്റെയും ഷാങ്ക് ഏരിയയിൽ കൂടെ ഷിയർ പ്ലെയിൻ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഷിയർ പ്ലെയിൻ പാസ് ചെയ്യുന്നത് കൊണ്ട് 2 എണ്ണം. സോ ടോട്ടൽ ഇവിടെ ഒരു 3 എണ്ണം വരും, ഇവിടെയും 3 എണ്ണം വരും. സോ ടോട്ടൽ ഷിയർ പ്ലെയിൻസ് പാസിംഗ് ത്രൂ ദ ഷാങ്ക് റീജിയൻ ഇസ് 6. ഓക്കെ. അതുപോലെ ഷിയർ പ്ലെയിൻ പാസിംഗ് ത്രൂ ട്രെഡഡ് പോർഷൻ, ട്രെഡഡ് പോർഷനിലും എങ്ങനെ വരും? ഇവിടെ ഒരു 3 എണ്ണം വരും, ഇവിടെയും 3 എണ്ണം വരും. ദറ്റ് ഈസ് 6. ഓക്കെ, ക്ലിയർ? അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് വി ആർ ഗെറ്റിംഗ് ഇറ്റ് NN is equal to 6, NS is equal to 6 and area 0.78 times shank area ആണെങ്കിൽ pi by 4 into d square and threaded area ആണെങ്കിൽ pi by 4 into d square into ഒരു 0.78 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. സോ ഈ ഒരു പാർട്ട് ഇവിടെ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഏതെങ്കിലും പ്ലേറ്റിൻ്റെ ഒരു പാർട്ട്, ഐ മീൻ 2 പ്ലേറ്റ്സ് ഉള്ളതിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുത്താൽ മതി. വി ആർ കൺസിഡറിങ്, അതായത് ഏതെങ്കിലും ഒരു പ്ലേറ്റ് ആണ്, ഒരു പ്ലേറ്റ് ഫെയിൽ ആയാലും ദിസ് വിൽ ഫെയിൽ. ഓക്കെ. സോ ഒരു പ്ലേറ്റ് ഫെയിൽ ആകുന്ന ആ ഒരു കണ്ടീഷനാണ് എടുക്കേണ്ടത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ഗെറ്റ് ദി ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ആൻഡ് ഈ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത്തിൻ്റെ കൂടെ റിഡക്ഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. പേജ് 75 ക്ലോസ് 10.3.3.3 പറയുന്നുണ്ട്. ആൻഡ് തിക്നെസ് ഓഫ് ദി പാക്കിംഗ് പ്ലേറ്റ് 8 ആണ്. സോ ഫ്രം ദെയർ യു ക്യാൻ ഗെറ്റ് ദി റിഡക്ഷൻ ഫാക്ടർ. ഈ റിഡക്ഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുക, വിൽ ഗെറ്റ് ദി ഷിയർ സ്ട്രെങ്ത്. ഓക്കെ. അഗെയിൻ ബെയറിംഗ് സ്ട്രെങ്ത്, ബെയറിംഗ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക സിമിലർ ആയിട്ട് തന്നെ. ആൻഡ് ഇവിടെ തിക്നെസ്. ഓക്കെ. സോ തിക്നെസ് ആണ് ഒരു ചേഞ്ച് ഉള്ളത്. അതായത് തിക്നെസ് എത്ര എടുക്കേണ്ടത്? മെയിൻ പ്ലേറ്റ് 18 ആൻഡ് 10. പിന്നെ ടോട്ടൽ കവർ പ്ലേറ്റിൻ്റെ, ഓക്കെ, കവർ പ്ലേറ്റ് 16 ആയിരുന്നു, 6 ആയിരുന്നു. ഓക്കെ. സോ ഇത് 18, ഇത് 10 ആൻഡ് ഇത് 6, ഇത് 6. സോ 6 + 6 12. ഓക്കെ. അങ്ങനെ കംപ്ലീറ്റ്ലി സം എടുത്തിട്ടാണ് അതിൻ്റെ സ്മോളറാണ് നോക്കേണ്ടത്. അപ്പോൾ സ്മോളർ ഏതായിരിക്കും? 10. ഓക്കെ. സോ 10 mm പ്ലേറ്റ് ആണ്, പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ് സ്മോളർ. സോ T ഈസ് ഈക്വൽ ടു 10. അപ്പോൾ Tയുടെ 10 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദി. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഒരു ബോൾട്ടിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, ഒരു ബോൾട്ടിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. സോ 6 ബോൾട്ട് വാല്യൂ കിട്ടുക, മൾട്ടിപ്ലൈ ചെയ്യുക ആൻഡ് മൾട്ടിപ്ലൈ വിത്ത് 6. അഗെയിൻ സ്ട്രെങ്ത് ഓഫ് ദി പ്ലേറ്റ് ഇൻ ജോയിൻറ്റ്. ഓക്കെ. സോ സ്ട്രെങ്ത് ഓഫ് ദി പ്ലേറ്റ് ഇൻ ജോയിൻറ്റ്, ടെൻസൈൽ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ഇക്വേഷനിൽ N എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇങ്ങനെ, അതായത് ഇങ്ങനെ അപ്ലൈഡ് ഫോഴ്സ് P ആണെങ്കിൽ, ഓക്കെ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു സെക്ഷനിൽ കൂടെ ആയിരിക്കും ടിയർ ഓഫ് ചെയ്ത് പോകുന്നത്. ഓക്കെ. സോ അങ്ങനെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് സെക്ഷൻ എടുത്താലും നമുക്ക് എത്ര കിട്ടും? N എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ. സോ N വാല്യൂ ഇസ് 3, ഡയമീറ്റർ ഓഫ് ഹോൾ തിക്നെസ് 10. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വി ഗെറ്റ് ദി വാല്യൂ. സോ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ മിനിമം ഓഫ് 3. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈ ഒരു കേസിൽ പാക്കിംഗ് പ്ലേറ്റ് വരുന്നുണ്ടെങ്കിൽ പാക്കിംഗ് പ്ലേറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കാം. ഓക്കെ.